നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോടു കൂടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ തുടക്കം തന്നെ. മെയിനായിട്ടുള്ള കാരണം ആലോചിക്കുന്നു പോവണ്ട. ഞങ്ങളുടെ ഫുഡടിക്ക് ശേഷം ഇനി പാച്ചുവിന് ഫുഡ് കൊടുക്കേണ്ട ടൈമാണ്. ആദ്യ സമയങ്ങളിലൊക്കെ എനിക്ക് ഈ പാച്ചുവിന് ഫുഡ് കൊടുക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ ടെൻഷനായിരുന്നു. ചില സമയത്തൊക്കെ ഇങ്ങനെയാണേ പാച്ചുവിന്റെ വിചാരം ഇനിയും കൊടുക്കത്തില്ല എന്നോർത്ത് കരയുന്നതായിരിക്കും. അവന് പെട്ടെന്ന് വായിൽ കുറുക്ക് വരണം. പിന്നെ ഈ മടിയനാണെങ്കിൽ വെള്ളം കുടിക്കത്തേയില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞത് ഇവന് ഫുഡ് കൊടുക്കുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുത്തോണ്ടിരിക്കുക, അല്ലാതെ ഇവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ പറ്റില്ല എന്ന്. ഇവന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ തെറിപ്പിച്ച് കളയും. അങ്ങനെ എൻ്റെ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പാച്ചുവിനൊന്ന് കുളിപ്പിക്കണം, അത് കഴിഞ്ഞ് അവനെ ഒന്ന് ഉറക്കണം. അത്രയും പണി കഴിഞ്ഞാൽ എനിക്കിനി അടുത്ത വേറെ എൻ്റെ പണികൾ ചെയ്യാം. അപ്പൊ പാച്ചുവിന് പണ്ട് മുതലേ കുളിക്കാനൊക്കെ ഇഷ്ടമാണ്, വലിയ കരച്ചിലൊന്നുമില്ല. കുളി കഴിഞ്ഞാൽ പാച്ചു നന്നായിട്ട് ഉറങ്ങിക്കോളും, വലിയ കുഴപ്പമില്ല. പിന്നെ എല്ലാ ദിവസത്തെ പോലെയല്ല, അലോഷ്യമുള്ള ദിവസം ഞങ്ങളുടെ രണ്ടുപേരുടെയും എന്നുമുള്ള ടൈം ടേബിൾ തെറ്റാറുണ്ട്. അതുകൊണ്ട് പാച്ചു ഉറങ്ങുമോ ഇല്ലയോ എന്ന് തമ്പുരാനറിയാം. പിന്നെ ഈ ചെറിയ സൗണ്ട് മതി അവനൊന്ന് എഴുന്നേക്കാൻ. അപ്പോൾ അലോഷ്യയുടെ ഫോൺ അങ്ങ് അടിച്ചാൽ എഴുന്നേക്കും. അലോഷ്യയാണെങ്കിൽ സൈലന്റ് ആക്കി വെക്കത്തുമില്ല. ഈ ഓഫീസിൽ നിന്ന് കോളൊക്കെ വരുന്നതുകൊണ്ട് എടുക്കുകയും ചെയ്യണം. ഇനിയാണ് എനിക്കൊരു മെയിൻ കാര്യം ചെയ്യാനുള്ള സമയം. കാരണം ആലോചിച്ചുള്ള ദിവസം മാത്രമേ എനിക്ക് പുറത്തിറങ്ങി മിറ്റമൊക്കെ ഒന്ന് അടിക്കാൻ പറ്റത്തുള്ളൂ. പാച്ചുവും ഞാനും ഉള്ളപ്പോൾ പാച്ചു ഉറങ്ങുവാണെങ്കിലും എനിക്ക് അകത്തെ പണിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ പുറത്തിറങ്ങിയിട്ടുള്ള പണിയൊന്നും പറ്റത്തില്ല. ഇവന്റെ കൂടെ എപ്പോഴും ഒരു കണ്ണ് വേണമല്ലോ. അപ്പോൾ പുറത്താണെങ്കിൽ എനിക്ക് ഇവനെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഞാനപ്പോൾ ഒരു സൈഡ് വേഗം അടിച്ചു വരും. എനിക്ക് ഇവന്റെ സ്വഭാവം അറിയാം. ഒരു 10-15 മിനിറ്റ്, അരമണിക്കൂർ അത്രേ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും അവനെ എഴുന്നേറ്റു. അല്ലേലും എന്നോട് പാച്ചുവിന് മാത്രമേ സ്നേഹമുള്ളൂ. എന്നെ കണ്ടതും പാച്ചു എന്നെ അവിടെ പിടിച്ചിരുത്തി. ഇനി അവിടെ നിന്ന് എനിക്ക് പോകാൻ പറ്റില്ല, അവിടെ തന്നെ ഇരുന്നോണം അവൻ്റെ കൂടെ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന പാച്ചുവിന് TV ഒന്നും കാണിച്ചു കൊടുക്കരുത് എന്നൊക്കെയായിരുന്നു. പക്ഷേ നിവൃത്തികേട്. ഞാനും മടുത്തു, അവനും മടുത്തു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് മടുത്തപ്പോൾ അവസാനം ഞാൻ അവന് കാത്തു വെച്ചു കൊടുത്തു. അതിലവൻ വീണു. അവൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ നെക്സ്റ്റ് ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. പാച്ചു അടുത്ത ഉറക്കത്തിലേക്ക്. ഇപ്രാവശ്യം അവൻ വൃത്തിയായിട്ട് ഉറങ്ങി. അതുകൊണ്ട് എനിക്ക് സിനിമയൊക്കെ ഇരുന്ന് കാണാനും പറ്റി. ആദ്യ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്തു. ഇപ്പൊ പാച്ചു അവൻ്റെ ചേറയിലൊന്ന് വൃത്തിയായിട്ട് ഇരിക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട്, അവന് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാം. അവനെ അടുത്തിങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഒത്തിരി നേരമൊന്നും ഇരിക്കത്തില്ല, കുറച്ചു നേരം. പരമാവധി അവൻ നമ്മളെ ശല്യപ്പെടുത്താതെ നോക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നോ, എനിക്കെല്ലാം കഴിവും തന്നു, പക്ഷേ കുക്കിങ്ങിനുള്ള കഴിവ് മാത്രം ദൈവം തന്നില്ല എന്ന്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് എൻ്റെ വീട് അടുത്തുണ്ട്. മമ്മിയാണെങ്കിൽ കളപ്പത്തിനുള്ള മാവ് അരച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ഈ പോക്ക്. പിന്നെ പാച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് അവിടെ, ഷാഡോയെ ഭയങ്കര ഇഷ്ടമാണ്. ഷാഡോയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ അവനുണ്ടാക്കും. പക്ഷേ ഷാഡോയ്ക്കൊരു വിഷമമാണ് പാച്ചുവിനെ കാണുമ്പോൾ. പാച്ചു വന്നേ പിന്നെ അവനോട് കുറച്ച് കൊഞ്ചിക്കലൊക്കെ എല്ലാവരുടെയും കുറഞ്ഞു പോയി. അതിൻ്റെ ഒരു വിഷമമുണ്ട്.